വീടുകളിലുള്ള വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളൊന്ന് നോക്കിയാൽ ഇത് നമ്മൾ ആരെങ്കിലും അറിയും ഇങ്ങനെ ഒരു സംഭവത്തിനുണ്ടെന്ന് കണ്ടില്ലേ. ഇതുകൊണ്ടാണ് ഇത് സ്ലോ ആകുന്നത്. ചളി കെട്ടിക്കിടക്കുക. നമ്മൾ അലക്കുന്ന ചളികളൊന്നും പകുതി മുക്കാലും ഇതിനുള്ളിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതൊന്ന് തുറക്കണം. അങ്ങനെ തുറന്ന് ഇപ്പോൾ മേലെ ഒരു നീല സാധനം ഉണ്ടാവും, അത് തുറന്നില്ലേ. ഇനി ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ ചളി കണ്ടില്ലേ. ഇനി അതിൻ്റെ അത് തുറന്നിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രൂ കാണാം. ആ സ്ക്രൂ എന്ത് ചെയ്യണം, നമ്മൾ തുറക്കണം. പക്ഷെ ശ്രദ്ധിക്കണം വെച്ചാൽ എന്താണെന്നറിയോ, ആ സ്ക്രൂ നമ്മളെ കയ്യിൽ നിന്ന് പോകരുത് കേട്ടോ. പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. പിന്നെ വേറെ സ്ക്രൂ തിരഞ്ഞ് നടക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അയക്കുക. പിന്നെ നല്ല ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ്, വലിയ ടൈറ്റൊന്നും കൊടുത്ത് അയക്കരുത്. കാരണം ഓവർ ബലം കൊടുക്കാൻ പാടില്ല. കാരണം മെഷീനാണ് ഉള്ളിലുള്ളത്. അപ്പം എന്താ പറയുക, പതുക്കെ അയക്കുക. നന്ന രസമാക്കിയിട്ട് അയക്കുക. അങ്ങനെ നല്ല പ്രതീക്ഷ ഉണ്ട് എന്തായാലും ഉള്ളിൽ ചളി ഉണ്ടാവും എന്നുള്ള കാര്യം. കാരണം പുറത്ത് തന്നെ നമ്മൾ ചളി കണ്ടതാണ്. വീട്ടിലെന്താണെന്ന് പറയുക, ഇത് സ്ലോ, അതായത് ഓവറായിട്ട് കറങ്ങുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്ത് ചളി കെട്ടിക്കിടക്കുന്നുണ്ടാവും, ഉറച്ച് കിടക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അയച്ചു നോക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും ക്ലീൻ ആക്കുന്നതല്ല, ഒരുപാട് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. കാരണം നമ്മൾ സോപ്പും പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ അലക്കല്ല. അപ്പോൾ എത്ര വർഷങ്ങളോളം, ഏകദേശം 6 വർഷത്തോളമായി ഞാൻ ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പോലെ ചളിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. ഇപ്പോൾ എന്നാലും ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മൾ അലക്കുന്ന നമ്മളെ ഡ്രസ്സിൽ നിന്നൊക്കെയുള്ള ചളികളാണ്. പിന്നെ ജലത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഇതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ സംഭവം കിടു ലോസ്കി പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് മുകളിൽ ചളി നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചെടുത്തേക്കാണ്. ഇത് നോക്കി നിങ്ങൾ, ചളി പക്ക ചളിയാണ്. ചളി ഒരു ജായി സ്മെല്ലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പലതും ഇതിലിപ്പോൾ ചില മൂത്രം ഒഴിച്ച ഇതൊക്കെ ഉണ്ടാവില്ല, നമ്മൾ വിരികളും കാര്യങ്ങളും, കുട്ടികൾ മൂത്രം ഒഴിച്ച വിരികളും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ അലക്കുന്ന ഇതിൽ വെച്ചല്ല. അപ്പോൾ അത്രയും മോശപ്പെട്ട ചളിയായിരിക്കാനാണ് ചാൻസ് എന്നുള്ളത് മനസ്സിലായിക്കോളി. അപ്പോൾ പിന്നെ നമ്മളെ വേർപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നല്ല ലെവലൊന്നാണ് നല്ല കഴുകിയാണ്ട് വൃത്തിയാക്കുക. നല്ല വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി പുറത്തേക്ക് കളയാം. അല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ. പിന്നെന്ത് ചെയ്യുക, നല്ല വെള്ളം കൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു സോപ്പും പൊടിയൊക്കെ ഒന്നും കൂടി കൊടുത്തുകൊണ്ടൊന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി എടുക്കാം. നമ്മളങ്ങനെ തന്നെ, അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പ് നമ്മളൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. ടോപ്പ് ക്ലീൻ ആക്കി രസമാക്കിയാണ്ട് എന്തൊക്കെയാണ് നേരെ പിന്നെടാ നല്ല വെള്ളം കൊണ്ട് കഴുകി സെറ്റാക്കി. അതിപ്പോൾ നമ്മൾ സോപ്പ് പൊട്ടി കഴുകിയതിന് ശേഷം ഒന്ന് നല്ല വെള്ളമായിട്ടൊന്ന് കഴുകി റെഡിയാക്കി. പിന്നെ ഇനിയിപ്പോൾ ഇതൊരു 3-4 വർഷത്തിന് നമ്മൾ എന്ത് കേൾക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടൽ മോട്ടറിനാണ്. കാരണം മോട്ടർ നല്ല ടൈറ്റ് എടുത്ത് കറങ്ങും, ഇതാണെങ്കിൽ കറങ്ങും ചെയ്യില്ല. അപ്പോൾ മോട്ടറിന് ഓവർ ഭാരം വരുമ്പോൾ മോട്ടർ കത്തും. ആ ഒരു വിഷയം എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതെപ്പോഴും ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പരിപാടി ഉഷാറായിട്ട് നടക്കും. എന്തായാലും വീട്ടുകാരികൾക്ക് ഇതൊന്നും അറിയില്ലേക്കാരോ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒന്ന് ചെയ്താൽ ഇങ്ങനത്തെ മനോഹരമായ വീഡിയോ ഒക്കെ എപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ചാനലിൽ ഇടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തപ്പോഴേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോളി. ഇനിയിപ്പോൾ എന്നെ വിളിക്കാമെന്ന് വിളിച്ചോളി, ഞാൻ ചെയ്തു തരണ്ടേ. നമുക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ തന്നാൽ മതി എന്നുള്ളൂ. ഒക്കെ ക്ലീനാക്കി സെറ്റാക്കി ഞങ്ങൾ കൈ തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ടോപ്പ് അടയ്ക്കുമ്പോൾ ആ ടോപ്പ് ഇടാൻ മറക്കരുത്. കാരണം അതിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ കംപ്ലൈൻ്റ് ആകും. കാരണം അത് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ കറക്കം കണ്ടില്ലേ, നന്നായിട്ട് കറങ്ങണില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടാണ്, എല്ലാവരും ചെയ്തോളി.